കേരളത്തിൽ ഗവർണർമാരുടെ നടപടികൾ പലപ്പോഴും തർക്ക വിഷയമായിട്ടുണ്ട്. അതിന്റെ പേരിൽ അതത് കാലത്ത് സർക്കാരുകളും ഗവർണർമാരും തമ്മിൽ അസ്വസ്ഥതകളും അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉടലെടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പോൾ സംഭവിച്ചതുപോലെ നമ്മുടെ രാജ്ഭവൻ, അതായത് ഗവർണറുടെ ആസ്ഥാനം, ഇതേപോലെ ഒരു വിവാദ വിഷയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിട്ടില്ല. രാജ്ഭവനില് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിരുന്ന ഒരു പരിപാടി റദ്ദാക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ഈ അസ്വസ്ഥതകൾക്ക് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വിവാദത്തിന് കാരണമായിരിക്കുന്നത്. ഇന്നലെ പരിസ്ഥിതി ദിനമായിരുന്നു. അതിന്റെ ഒരു ചടങ്ങ് രാജ്ഭവനില് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചിരുന്നു. അതിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് കൃഷിമന്ത്രി പി പ്രസാദും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമാണ്. പക്ഷെ നേരത്തെ നിശ്ചയിച്ചിരുന്ന കാര്യപരിപാടിയിൽ രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഒരു ഭേദഗതി വരുത്തിയപ്പോൾ അത് സമ്മതിക്കുന്നതിന് സർക്കാർ തയ്യാറായില്ല. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികൾ ദേശീയ ഗാനത്തോടെ ആരംഭിക്കുന്നു, അതുപോലെ ദേശീയ ഗാനത്തോടെ അവസാനിക്കണം. അതാണ് പ്രോട്ടോകോള്, അല്ലെങ്കിൽ അതാണ് ചട്ടം അല്ലെങ്കിൽ നിയമം. പക്ഷെ ഇവിടെ രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് സർക്കാർ പരിപാടിയിൽ ഒരു മാറ്റം വരുത്തി, ഒരു ഭേദഗതി എഴുതി ചേർത്തു. അതായത് ദേശീയ ഗാനാലാപനം കഴിഞ്ഞാൽ ഉടനെ ഭാരതാംബയുടെ ചിത്രത്തിൽ അതിന്റെ മുമ്പിൽ പുഷ്പാർച്ചന, വിളക്ക് കൊടുത്തൽ, ഈ പരിപാടികൾ കൂടി രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് കൂട്ടിച്ചേർക്കുന്നു. സ്വാഭാവികമായിട്ടും അത് സർക്കാരിന് സംശയങ്ങൾ ഉണ്ടാക്കി. ഈ ഭാരതാംബയുടെ ചിത്രം ഏതാണ് എന്നുള്ളത് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ രാജ്ഭവനിൽ നിന്ന് ആ ചിത്രം മന്ത്രി പ്രസാദിന് അയച്ചു കൊടുത്തു. ആ ചിത്രം സാധാരണഗതിയിൽ RSS ഉപയോഗിക്കുന്ന, അവരുടെ പരിപാടികളിൽ ഉപയോഗിക്കുന്ന കാവിക്കൊടി പിടിച്ച ഒരു ഭാരതാംബയുടെ ചിത്രമായിരുന്നു. സ്വാഭാവികമായും മന്ത്രി പി പ്രസാദ് അതിനെ എതിർത്തു. ഇത് സർക്കാരിന്റെ ഔദ്യോഗിക ചടങ്ങിൽ പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിലപാടെടുത്തു. പക്ഷേ അത് മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് രാജ്ഭവനും തയ്യാറായില്ല. അതോടെ പി പ്രസാദ് ആ പരിപാടി റദ്ദാക്കുന്നു. അതിന് പകരം സെക്രട്ടേറിയറ്റില് മറ്റൊരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള ഒരു തർക്കത്തിന്, അല്ലെങ്കിൽ ഗവർണറും ഗവൺമെന്റുമായിട്ടുള്ള ഒരു തർക്കത്തിന് കാരണമായിരിക്കുന്നത്. ഇതോടെ ഇപ്പോൾ രാജ്ഭവൻ ഒരു വിവാദ കേന്ദ്രമായി മാറുകയും ചെയ്യുന്നു. രാജ്ഭവനെ RSSന്റെ ആസ്ഥാനമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്ന ഒരു ആരോപണമാണ് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഭാഗത്തു നിന്ന് ഒരേപോലെ ഉണ്ടായിരിക്കുന്നത്. രാജേന്ദ്ര അർലേക്കർ നമ്മുടെ ഗവർണറായിട്ട് ചുമതലയേറ്റിട്ട് ഏതാണ്ട് 5 മാസമായി. ഇതിനുള്ളിൽ രണ്ടാമത്തെ തവണയാണ് രാജ്ഭവന്റെ ഒരു നടപടി, അല്ലെങ്കിൽ ഗവർണറുടെ നടപടി വിവാദ വിഷയമാകുന്നത്. നേരത്തെ സിന്ദൂർ ഓപ്പറേഷന് ശേഷം പാകിസ്ഥാന്റെ മേൽ ഇന്ത്യ നേടിയ സൈനിക വിജയത്തിന് പിന്നാലെ രാജ്ഭവനിൽ ഒരു ചടങ്ങ് ഗവർണർ സംഘടിപ്പിച്ചു. അതിൽ പങ്കെടുത്തത് മുൻകാലങ്ങളിലെ സൈനിക ഉദ്യോഗസ്ഥന്മാരായിരുന്നില്ല. പകരം അദ്ദേഹം ക്ഷണിച്ചു വരുത്തിയത് RSSന്റെ ഒരു താത്വിക ആചാര്യനായ S ഗുരുമൂർത്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണമാണ് രാജ്ഭവനിൽ സംഘടിപ്പിച്ചത്. അന്നും ഈ ഭാരതാംബയുടെ ചിത്രം, കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം ആ ചടങ്ങിലും ഉപയോഗിച്ചിരുന്നു. അതിന്റെ മുന്നിൽ പുഷ്പാർച്ചനയുണ്ടായി, വിളക്ക് കൊടുത്തുന്ന ചടങ്ങുമുണ്ടായി. ഇത് വലിയ തോതിൽ കേരളത്തില് വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ നേരത്തെയും ഗവർണർമാരും സർക്കാരും തമ്മിലൊക്കെ തർക്കം ഉണ്ടായിട്ടുണ്ട്. 1989 അന്ന് നായനാർ ഭരിക്കുന്ന സമയമാണ്. രാം ദുലാരി സിൻഹ എന്ന മുൻ കോൺഗ്രസ് നേതാവായിരുന്നു ഇവിടുത്തെ ഗവർണർ. അന്ന് കേരള സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളായി നിയമിക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റ് സർക്കാർ ഗവർണർക്ക് സമർപ്പിച്ചു. ഗവർണറാണ് നിയമിക്കേണ്ടത്. സർക്കാർ ലിസ്റ്റ് സമർപ്പിച്ചു. പക്ഷേ ആ ലിസ്റ്റ് അതേപടി അംഗീകരിക്കാൻ ഗവർണർ തയ്യാറായില്ല. ഗവർണർ രാം ദുലാരി സിൻഹ വിസമ്മതിച്ചു. പകരം അവർക്ക് താല്പര്യമുള്ള മറ്റു ചിലരെ കൂടെ ചേർത്ത് അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റിനാണ് അവര് അംഗീകാരം നൽകിയത്. അവരെയാണ് ഗവർണർ നിയമിച്ചത്. അത് സർക്കാരിന് ഇഷ്ടപ്പെട്ടില്ല. സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ നിന്നുള്ളവരെ മാത്രമേ നിയമിക്കാവൂ എന്നായിരുന്നു അന്നത്തെ സർക്കാരിന്റെ നിലപാട്. പക്ഷെ ഗവർണർ അതിന് വഴങ്ങിയില്ല. അത് മാത്രമല്ല, നിയമനം നടക്കുകയും ചെയ്തു. അപ്പോൾ സർക്കാരിന് മുമ്പുണ്ടായിരുന്ന ഒരു വഴി ഗവർണർക്കെതിരെ ഒരു ശാസന പ്രമേയം അംഗീകരിക്കുക എന്നുള്ളതായിരുന്നു. അത് വളരെ അപൂർവമായി നടക്കുന്ന ഒരു കാര്യമാണ്. സംസ്ഥാനത്തെ ഗവർണർക്കെതിരെ നിയമസഭ ശാസന പ്രമേയം, സെൻഷർ പ്രമേയം പാസ്സാക്കുക, അല്ലെങ്കിൽ ഗവർണറെ നിയമസഭ ശാസിക്കുക. 1989 അത് നടന്നു. ഫെബ്രുവരി മാസത്തിലാണ് ഗവർണർക്കെതിരെ നിയമസഭയിലെ ഇതുപോലെ ശാസന പ്രമേയം അവതരിപ്പിച്ച് പാസാക്കി. അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ഗവർണർ അത് കണ്ടതായിട്ട് പോലും ഭാവിച്ചില്ല. ഗവർണർ നിയമിച്ച സെനറ്റ് അംഗങ്ങൾ സെനറ്റിൽ തുടരുകയും ചെയ്തു. പിന്നീട് ഇതുപോലെ വളരെ പ്രകടമായ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്
കഴിഞ്ഞ ഗവർണറുടെ കാലത്താണ്, ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഭരണപരമായ കാര്യങ്ങളെ ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ചില നിയമനിർമ്മാണങ്ങൾ ഉൾപ്പെടെ സർക്കാർ എടുത്ത ചില നടപടികൾ അത് ഭരണഘടനാനുസൃതമല്ല എന്നൊരു നിലപാടാണ് അന്ന് ഗവർണർ എടുത്തത്. അതിന്റെ പേരിൽ സർക്കാരും ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് ഏറ്റുമുട്ടി. മുഖ്യമന്ത്രി രാജ്ഭവനിൽ പോയി ഗവർണറെ സന്ദർശിക്കാൻ പോലും വിസമ്മതിച്ചു. പലപ്പോഴും പല കാര്യങ്ങളിലും ഗവർണർക്ക് വിശദീകരണം നൽകാൻ ബന്ധപ്പെട്ട മന്ത്രിമാരെയും ചീഫ് സെക്രട്ടറിയെയും നിയോഗിച്ചു. മുഖ്യമന്ത്രി ഗവർണറെ കാണാൻ തയ്യാറായില്ല. നിയമസഭ പാസാക്കിയ ചില ബില്ലുകൾ അദ്ദേഹം തടഞ്ഞു വെച്ചു. ചിലത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിൽ അയച്ചു. അത് മാത്രമല്ല, CPM SFI രംഗത്തിറക്കി ഗവർണറെ തടയുന്നതിന്. RSSന്റെ അജണ്ടയാണ് ഗവർണർ നടപ്പാക്കുന്നതെന്നായിരുന്നു അന്ന് CPMന്റെയും SFIയുടെയും വാദം അല്ലെങ്കിൽ ആരോപണം. അതുകൊണ്ട് തെരുവിൽ ഗവർണറെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ തടയുന്നതിന് ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനുള്ള ശ്രമത്തോളം എത്തി. അങ്ങനെ SFI ഉപയോഗിച്ച് CPM ഗവർണർക്കെതിരായിട്ടുള്ള വലിയ പ്രതിരോധം തീർത്തു. പക്ഷെ ഇപ്പോൾ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഗവർണറുടെ ചില നടപടികളെ സർക്കാർ അതിശക്തമായിട്ട് എതിർക്കുന്നു. അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തുന്നത് എന്തുകൊണ്ടാണ് തെറ്റാവുന്നത് എന്ന ചോദ്യമാണ് ചിലർ ഉന്നയിക്കുന്നത്. ഗവർണർ പോലും ആ അർത്ഥത്തിലാണ് സംസാരിച്ചത്. ഇന്നലെ മറ്റൊരു പരിപാടിയിൽ, രാജ്ഭവനിൽ നടന്ന മറ്റൊരു ചടങ്ങിൽ ആ രീതിയിലാണ് സംസാരിച്ചത്. മാതൃഭൂമിയെ, സ്വന്തം മണ്ണിനെ അമ്മയായി കാണുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്, യാതൊരു സംശയവുമില്ല. ഭാരതമാത കീ ജയ് ചെറുപ്പം മുതൽ മുദ്രാവാക്യം പിടിച്ച് ശീലിച്ചവരാണ് നമ്മള്. നമ്മുടെ സ്കൂൾ ടാബ്ലോകളിൽ പലപ്പോഴും ഭാരതമാതാവ് അവതരിപ്പിക്കപ്പെടുന്നു. പക്ഷെ അതിലൊക്കെ ഭാരതമാതാവ് കയ്യിലേന്തിയിരിക്കുന്ന ചിത്രം കാവിക്കൊടിയല്ല, അത് ദേശീയ പതാകയാണ്, മൂവർണ്ണക്കൊടിയാണ്. പക്ഷേ രാജ്ഭവനിൽ സംഘടിപ്പിച്ചിരുന്ന പരിസ്ഥിതി ആഘോഷ ചടങ്ങിൽ ഉപയോഗിക്കാനായി നിശ്ചയിച്ചിരുന്ന അല്ലെങ്കിൽ തയ്യാറാക്കി വെച്ചിരുന്ന ഭാരതാംബയുടെ ചിത്രം, ഭാരതമാതാവ് ഒരു കാവിക്കൊടി കയ്യിലേന്തി നിൽക്കുന്ന ചിത്രമായിരുന്നു. ഇത് സാധാരണഗതിയിൽ RSS പോലുള്ള സംഘടനകൾ, BJP മുതലായ രാഷ്ട്രീയ പാർട്ടികൾ, അവരൊക്കെ അവരുടെ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഒരു ചിത്രമാണ് കാവിക്കൊടി ഏന്തിയ ഭാരതമാതാവ്. അതിന്റെ മുന്നിൽ പുഷ്പാർച്ചന അർപ്പിക്കുന്നതിന് അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്നതിന് മന്ത്രി പ്രസാദ് തയ്യാറായില്ല. അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നുമില്ല രാഷ്ട്രീയമായ കാരണങ്ങളില്. പ്രസാദ് അത്തരത്തിലൊരു ചിത്രത്തിന് പോലും പുഷ്പാർച്ചന അർപ്പിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അദ്ദേഹം പ്രതിക്കൂട്ടിൽ നിൽക്കുമായിരുന്നു. വാസ്തവത്തിൽ ഭാരതാംബ എന്നൊരു ഔദ്യോഗിക ചിഹ്നം ഒരു ദേശീയ ചിഹ്നമായിട്ട് നമ്മൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. രാജ്യം അത് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഭാരതാംബയുടെ പ്രതീകമായിട്ട് RSS ഉപയോഗിക്കുന്ന, അവര് അംഗീകരിച്ചുപയോഗിക്കുന്ന ഒരു ചിത്രത്തെ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കാൻ മന്ത്രി പ്രസാദ് വിസമ്മതിച്ചത്. വൃക്ഷം, വായു, വെള്ളം, ഭൂമി, സൂര്യൻ, ഗ്രഹങ്ങൾ ഇവയൊക്കെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ വിശ്വാസമുള്ളവർ അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അതൊക്കെ ഒരു ഔദ്യോഗിക ചടങ്ങിന്റെ ഭാഗമായി മാറ്റുമ്പോഴാണ് അതിനെ അംഗീകരിക്കാൻ വിസമ്മതം ഉണ്ടാവുന്നത്. പി പ്രസാദിൻ്റെത് അന്തസ്സുറ്റ നടപടിയായി എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാർക്സ് പറഞ്ഞിരിക്കുന്നത്. രാജ്ഭവനെ RSSന്റെ ആസ്ഥാനമാക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ രാജ്ഭവനെ BJPയുടെ ഒരു B ടീമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെ ഔദ്യോഗികമായ അല്ലെങ്കിൽ ഔപചാരികമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. രാജ്ഭവനിൽ ഗുരുമൂർത്തിയുടെ പ്രഭാഷണം നടന്നപ്പോഴും ഇതേ നിലപാടാണ് നമ്മുടെ മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഔദ്യോഗികമായിട്ട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പിന്നീട് പത്രസമ്മേളനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഗവർണറുടെ നടപടിയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു. തള്ളിപ്പറയാതെ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് അത് നിരാകരിച്ചു. പക്ഷേ സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഗവർണറെ അറിയിക്കാൻ അല്ലെങ്കിൽ രാജ്ഭവനെ അറിയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പൊ ഇവിടെ ഉയരുന്ന ഒരു കൗതുകകരമായ ചോദ്യമുണ്ട്. ഇന്നലെ നടന്ന സംഭവത്തിൽ പി പ്രസാദിന്റെ സ്ഥാനത്ത് നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം എന്ത് നിലപാട് എടുക്കുമായിരുന്നു? അങ്ങനെ ഒരു സംശയത്തിന് ഇടവരുത്തുന്നത്
പുതിയ ഗവർണർ വന്നതിന് ശേഷം അദ്ദേഹവുമായി ഏറ്റവും നല്ലൊരു ബന്ധം, സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്നതിന് നമ്മുടെ മുഖ്യമന്ത്രി എടുക്കുന്ന താല്പര്യം കാണുമ്പോഴാണ്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനെ രാജ്ഭവനിൽ പോയി കാണാൻ പോലും തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ 4 തവണ രാജ്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ടു. ഭാര്യയോടൊപ്പം പോയിട്ടുണ്ട്, സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിണറായി വിജയന്റെ 80ാം ജന്മദിനത്തിന് എല്ലാ കീഴ്വഴക്കങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഗവർണർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെത്തി അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു. മാത്രമല്ല, പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോഴേ രണ്ടുപേരും പങ്കെടുക്കുന്ന പരിപാടികളിൽ പരസ്പരം പുകഴ്ത്താറുണ്ട് ഗവർണറും മുഖ്യമന്ത്രിയും. ക്ലിഫ് ഹൗസിലും മലയാളം സർവകലാശാലയിലും താൽക്കാലിക VC-മാരെ നിയമിക്കാനുള്ള പട്ടിക സർക്കാർ കൊടുത്തപ്പോൾ അത് സ്വീകരിക്കാൻ ഗവർണർ ഒരു മറിയും കാണിച്ചില്ല. ആ പട്ടികയിൽ നിന്ന് തന്നെ നിയമനം നടത്തുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ആ ബന്ധത്തിൽ കലക്കം ഉണ്ടായിരിക്കുകയാണ്. കാരണം ഔദ്യോഗികമായി പ്രതികരിച്ചാലും ഇല്ലെങ്കിലും ഇന്നലെ നടന്ന കാര്യത്തെ, രാജ്ഭവനിൽ നടന്ന സംഭവത്തെ ന്യായീകരിക്കാൻ പിണറായി വിജയന് ആവില്ല. പാർട്ടി അതിനെതിരായിട്ടൊരു നിലപാട് എടുത്തു കഴിഞ്ഞു. MP ഗോവിന്ദന്മാർ സംസാരിച്ചു കഴിഞ്ഞു. അതുപോലെ CPI ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ രാജ്ഭവനും സംസ്ഥാന സർക്കാരുമായിട്ടുണ്ടായിരുന്ന മധുവിധുവിന്റെ കാലം അവസാനിക്കുകയാണ് എന്ന് കരുതേണ്ടി വരും.